ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 5 അപ്പവും 2 മീനും ബാലകൻ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുത്തോ? കൊടുത്താൽ കർത്താവ് അത് പൊന്നാക്കി തരും. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാനിടയാകുക. ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുക്കാനിടയാകുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പോസ്തലൻ അങ്ങ് സ്നേഹവായ്പോടെ പറയുകയാണ്, സഹോദരന്മാരേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, എന്താണ് 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, കേൾക്കണേ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ആ പാവം ബാലകൻ 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ ഒരിക്കലും ഇങ്ങനെ ശേഷിച്ച കഷ്ണങ്ങൾ 12 കൊട്ട നിറച്ചെടുക്കുമെന്ന് ചിന്തിച്ചില്ല. അവൻ മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ചിന്തിച്ചില്ല. എന്താണ് ചെയ്യേണ്ടത്? മുഴുവനായും ദൈവത്തിന് വിട്ടുകൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. കരയുന്നവരോട് കരയുന്ന ദൈവം. നാം കരയുന്നവരാണ് പലതിനെ ചൊല്ലിയും. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ചെറുപ്പത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ താഴേക്ക് നോക്കി മാത്രം നടന്ന മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ച ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല 15 വയസ്സ് വരെ. എന്നാൽ കരഞ്ഞ് തളർന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നെ തേടി വന്നു. ജീവനുള്ള ദൈവം അങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞു, കരയുന്നവരോട് കരയുക എന്ന്. കരയുന്നവരോട് കരയാനിടയാകുക. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. തൊട്ട് താഴെ അപ്പോസ്തലൻ പറയുകയാണ്, കരയുന്നവരോട് കരയുക. കരയുന്നവരോട് കരയാനിടയാകുക. ക്രിസ്തുവിൻ്റെ മനസ്സ് ലഭിക്കുമ്പോൾ കരയുന്നവരോട് കരയാൻ ഇടയാകും. ക്രിസ്തുവിൻ്റെ മനസ്സ് ലഭിക്കുക, ക്രിസ്തു ഹൃദയത്തിൽ വരാനിടയാകുക. ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആർദ്രതയുള്ള ഹൃദയം, തകർന്ന ഹൃദയം, നുറുങ്ങിയ ഹൃദയം, ആ നുറുങ്ങിയ ഹൃദയം നമുക്ക് ലഭിച്ചിരിക്കും. എന്താണ് പറഞ്ഞത്? തകർന്ന ഹൃദയം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ലഭിച്ചാൽ അങ്ങനെ ആ തകർന്ന ഹൃദയം ഉണ്ടെങ്കിൽ ക്രിസ്തുവോടെ ഉണ്ട്. ക്രിസ്തുവോടെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് തകർന്ന ഹൃദയം. അങ്ങനെ ഉണ്ടെങ്കിൽ കരയുന്നവരോട് നാം കരയും. നാം കരയുന്നവരോട് കരഞ്ഞു പോകും. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കും തീർച്ചയായിട്ടും. എന്നാൽ യേശുക്രിസ്തു എന്നും കരയുന്നവരോട് കരഞ്ഞിട്ടുണ്ട്. എന്നും കരയുന്നവരോട് കരഞ്ഞിരുന്നു. അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. അപ്പോസ്തലൻ പറയുകയാണ്, ഒരിക്കലും മറക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ നമ്മളെ അരക്കെട്ടുറപ്പിച്ച് പറയുകയാണ്, ശക്തമായി പറയുകയാണ്, മറക്കരുത് ഒരു കാര്യം. എന്താണ്? നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും. നാം ബന്ധനത്തിലായിരുന്നു. നമ്മെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. നാം ജീവനുള്ള ക്രിസ്തുവിനെ തേടി ഇറങ്ങി പുറപ്പെട്ടവരല്ല. കൃപയാൽ അത്ഭുതകരമായ സ്നേഹം നമ്മെ വന്നു, കണ്ടു, തേടിപ്പിടിച്ചു. അല്ലേ? നാം ആരെല്ലാം യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരും ഇറങ്ങി പുറപ്പെട്ടവരല്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നു. ആ സ്നേഹം നമ്മെ തേടി വന്ന് പിടിച്ചു. അതുകൊണ്ട് നാം എന്നും എങ്ങനെയായിരിക്കണം? നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. കഷ്ടമനുഭവിക്കുന്നവരെ ഓർക്കണമെന്ന് പ്രിയപ്പെട്ടവരെ.
എന്നും അങ്ങനെയായിരുന്നു കർത്താവ്. കഷ്ടം അനുഭവിക്കുന്നവർ ഓർക്കുന്ന ജീവനുള്ള ദൈവം. യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള ആ ഒരു സംഭവം ഏത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യമാണ്. കരയുന്നവരോട് കരയുന്ന ജീവനുള്ള ദൈവം. യേശുക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു വേദന വരുമ്പോൾ നാം അറിയാതെ കരഞ്ഞു പോകും. നമ്മൾ ഉപദ്രവിച്ചവരാണെങ്കിൽ കൂടി ക്രിസ്തു ഉള്ളിലുണ്ടോ, അതിന് ടെസ്റ്റ് എന്താണ്? നാം കരഞ്ഞു പോകും. ഒരു സംശയമില്ല, നാം അറിയാതെ വിങ്ങിപ്പോകും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 36 വരെ. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട്. ഒന്ന്, അവൾ കരയുന്നു. ആരാണ് അവൾ? മറിയ കരയുന്നു, മാർത്ത കരയുന്നു. പിന്നെ ആരാണ് കരയുന്നത്? അവളോട് കൂടെ വന്ന യഹൂദന്മാർ. അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടു. കരയുന്നവരോട് കരയുന്ന ജീവനുള്ള ദൈവം. എന്താണ്? അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം അവൾ കരയുന്നതും അവളോടുകൂടി വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട്. നിങ്ങൾ ഇന്ന് ആരെല്ലാം കരയുന്നവരായി വന്നിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഇന്ന് കരയുന്നവരായി വന്നിട്ടുണ്ട്? കരയുന്നവരെ കാണുമ്പോൾ യേശു കരയുന്നവനാണ്. അവൾ കരയുന്നതും അവളോടുകൂടി വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശു കരയുന്നവരോട് കരയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം 11 മുതൽ 15-ാം വാക്യം വരെ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എന്നാൽ മറിയ പുറത്ത് കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ ചോദിച്ചു, എന്താണ്? സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന്. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. യേശുവിനെ കാണുന്നില്ല. യേശുവിനെ ആരും എടുത്തുകൊണ്ട് പോയി. മറിയാമിന് പോരാൻ തോന്നുന്നില്ല. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒന്ന്, ലാസറിൻ്റെ വീട്ടിൽ കർത്താവ് കടന്നു ചെന്നു. അവിടെ യേശു കണ്ണുനീർ വാർത്തു. ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിരുന്നു. അന്ന് എല്ലാവരും ഇരുന്ന് കരയുകയാണ്. മറിയ കരയുന്നു, മാർത്ത കരയുന്നു, കൂടെ വന്ന യഹൂദന്മാരിന്ന് കരയുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഏതെല്ലാം കാര്യങ്ങളെ ഓർത്താണ് മനുഷ്യൻ കരയുന്നത്? ഞാൻ ദൈവസന്നിധിയിലിരുന്നു. ഞാനിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങലടിക്കുകയാണ്. എന്തുകൊണ്ടാണ് എങ്ങലടിക്കുന്നത്? എന്തുമാത്രം ദുഃഖങ്ങളുണ്ട് മനുഷ്യർക്ക് ഓരോരുത്തർക്കും. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്. സങ്കടം, മനസ്സിൽ ദുഃഖം, സങ്കടം. എന്നാൽ നിങ്ങൾ കരയുന്നത് കണ്ടുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് കരയുന്ന ഒരു ദൈവമുണ്ട്. കരയുന്ന ദൈവം. നീ എന്തിനാണ് കരയുന്നതെന്നാണ്. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? കരയുന്നവരോട് കരയുന്നൊരു ദൈവം. ആ ജീവനുള്ള ക്രിസ്തു ഇപ്പോൾ നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത് എന്ന്. ഇന്നാരെല്ലാം ഹൃദയം തകർന്നവരായി വന്നിട്ടുണ്ട്. ഇന്നാരെല്ലാം കരയുന്നവരായി വന്നിട്ടുണ്ട്. യേശുക്രിസ്തു പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തേക്ക് അവിടുന്ന് ആർദ്രതയോട് നോക്കുന്നുണ്ട്. ആ മുഖം നിങ്ങൾ ഒന്ന് കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, ആ മുഖം ആർദ്രതയുള്ള മുഖമാണ്. ആ മുഖം നമ്മുടെ കൂടെ കരയുന്ന മുഖമാണ്. കരയുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുകയല്ല, കരയുന്നവരോട് കരയുന്ന ജീവനുള്ള ദൈവം. അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏതെല്ലാം പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെല്ലാം കരഞ്ഞിട്ടുണ്ടോ? അപ്പോഴെല്ലാം അവിടുന്ന് എൻ്റെ അരികിലേക്ക് ഓടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഓർത്തുകൊണ്ടാണ് പറയുന്നത്. കരഞ്ഞ് കരഞ്ഞ് നിരാശപ്പെട്ട മനുഷ്യനായിരുന്നു ഞാൻ. ഒരിക്കലും എൻ്റെ കണ്ണുനീര് തോരുമെന്ന് ഞാൻ കരുതിയതല്ല. പ്രിയപ്പെട്ടവർ, എൻ്റെ അമ്മ കരഞ്ഞ് കരഞ്ഞ് തളർന്ന സ്ത്രീയായിരുന്നു. കരഞ്ഞ് ചങ്കിനിട്ടിടിച്ച് എന്നും കരയുന്ന സ്ത്രീയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ കണ്ണുനീര് മാറ്റിയൊരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീര് മാറ്റിയ ദൈവമുണ്ട്. അല്ലേ, 2020 ഞാൻ എന്തുമാത്രം കരഞ്ഞു. അന്ന് കർത്താവേ, അവിടുന്ന് കേൾക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അന്ന് എന്നെ
തൻ്റെ മാറോട് ചേർത്തണച്ച് പിടിച്ചുകൊണ്ട് നടന്ന ഒരു ജീവനുള്ള ക്രിസ്തു. ഇന്ന് നിങ്ങൾ ആരെല്ലാം കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ജീവനുള്ള ദൈവം. മാർത്ത കരയുന്നു, മറിയ കരയുന്നു. യേശു മാറി നിന്നില്ല, യേശു കരയാതിരുന്നില്ല. കരയുന്നവരോട് കരയുന്ന ജീവനുള്ള ദൈവം. ആ ദൈവം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരുടെ മുഖത്തേക്ക് ആർദ്രതയോട് നോക്കുകയാണ്. മകനെ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? നിനക്കൊരു പക്ഷേ നിനക്ക് അനേകം കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇനി എനിക്കൊരു ഉദ്ധാരണം ലഭിക്കുമോ എന്നോർത്ത് നീ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട മകനെ, നിനക്ക് വരാൻ പോകുന്ന ശോഭനമായ ഭാവി കണ്ടുകൊണ്ട്, കർത്താവും കരഞ്ഞുകൊണ്ട്, നിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം കർത്താവ് സ്വർഗത്തിൽ ആ സ്വർഗീയ കാര്യാലോചന സഭയിൽ നിന്റെ വിഷയം ചർച്ച ചെയ്ത് അതിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കരയുന്നവരോട് കരയുന്ന ജീവനുള്ള ദൈവം. കരഞ്ഞു തളർന്നവരായ അനേകരാണ് നമ്മിലെല്ലാവരും. അല്ല, കരച്ചിലില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെല്ലാം വിഷയങ്ങളെ ഓർത്ത് കരയുന്നു? രോഗത്തെ ഓർത്ത് കരയുന്നവര്, ഇനി എനിക്കൊരു ശോഭനമായ ഭാവി ലഭിക്കുമോ എന്നോർത്ത് കരയുന്നവര്, വിവാഹത്തെ ഓർത്ത് കരയുന്നവര്, അല്ല വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു, അപ്പോഴാണ് അറിയുന്നത് ദുരിതം, യാതന, ഇനി ഒരിക്കലും എനിക്കൊരു ശോഭനമായ ഭാവി ലഭിക്കുകയില്ല എന്നോർത്ത് നിരാശപ്പെട്ട് അങ്ങ് മരിച്ചിരുന്നെങ്കിലും ചിന്തിച്ച നിങ്ങൾ എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ അങ്ങനെ വിചാരിച്ചൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങ് മരിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചവനായിരുന്നു ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുനീര് തുടച്ചൊരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് എൻ്റെ കർത്താവിനെ ഉയർത്താൻ ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, തള്ളിക്കളഞ്ഞവനെ തള്ളിക്കളയാത്ത ജീവനുള്ള ദൈവം. തള്ളിക്കളഞ്ഞു, പാപം ചെയ്തു. പലരും മനഃപൂർവ്വം പാപം ചെയ്തവരുണ്ട്, മനഃപൂർവ്വം തള്ളി പറഞ്ഞവരുണ്ട്, പ്രാഗിയവരുണ്ട്, ആണിയിട്ട് പറഞ്ഞവരുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമ്മെ ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ നമ്മുടെ അരികിലേക്ക് കർത്താവ് വന്നു നിൽക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് തലകളെ വണക്കാം. നിങ്ങൾ ആരെല്ലാം യേശുവിൻ്റെ ആ അരിമ മുഖം കാണുന്നുണ്ട്? ആ തിരുരക്തം പുരണ്ട കരം കാണുന്നുണ്ട്? നമുക്ക് വേണ്ടി മുഴുവൻ രക്തവും ഊറ്റിത്തന്ന ആ പ്രാണപ്രിയനായ ക്രിസ്തുവിനെ ആരെല്ലാം കാണുന്നുണ്ട്? തിരുരക്തം ആരെല്ലാം കാണുന്നുണ്ട്? നിങ്ങൾ ക്രൂശിലേക്ക് നോക്കുകയും നമുക്ക് ഒരുമിച്ച് നോക്കാം. കർത്താവേ, അവിടുത്തെ തിരുരക്തം മുഴുവനും എനിക്ക് വേണ്ടി ഊറ്റിത്തന്നല്ലോ. ആ യേശുവിനോടുള്ള സ്നേഹം വരുമ്പോൾ നമ്മൾ മുഴുവനായും വിട്ടുകൊടുത്തു പോകും. ആ സ്നേഹമാണ് കർത്താവേ 5 അപ്പവും 2 മീനും ആ ബാലകന് കൊടുക്കാൻ തോന്നിച്ചത്. പ്രിയപ്പെട്ടവരെ, അവൻ ഒരു പക്ഷേ ഓർത്തു കാണും, ഇത് ഞാൻ കൊടുത്താൽ എന്താകുമെന്ന്. 5000 പേര് പുരുഷന്മാരിയ്ക്കുന്നുണ്ട്, ഞാനിത് കൊടുത്താൽ എന്താകുമെന്ന് അവൻ ചിന്തിച്ച് കാണും. എന്നാൽ അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അന്ത്രയോസ്ലീഹ പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് ഇങ്ങ് താ മോനെ, അങ്ങ് മേടിച്ച് ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശു കരം നീട്ടി വന്ന് നിൽക്കുന്നുണ്ട്. നിനക്കിന്ന് നീ ഇന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ആകുലപ്പെട്ടാണോ നിൽക്കുന്നത്? നിന്റെ കരച്ചിൽ മാറ്റാൻ യേശുദ അരികിൽ വന്ന് നിൽക്കുകയാണ്. ആരെയും നോക്കണ്ട പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ ആരും ആശ്രയിക്കാൻ കൊള്ളാവുന്നവരില്ല. മനുഷ്യരെല്ലാം മാറിപ്പോകും, സമ്പത്ത് മാറിപ്പോകും, ഭാര്യ മാറിപ്പോകും, ഭർത്താവ് മാറിപ്പോകും, കുഞ്ഞുങ്ങൾ മാറിപ്പോകും. ആരോരും ആശ്രയമില്ലാതെ നാം ഒരുപക്ഷെ ഏകാകികളെ പോലെ അലഞ്ഞു നിൽക്കുന്നവരെ പോലെ ജീവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിന്റെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞ ജീവനുള്ള ക്രിസ്തു ഇതാ നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് വന്ന് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. നിങ്ങൾ ആരെല്ലാം അത് കാണുന്നുണ്ട്, ആരെല്ലാം അനുഭവിക്കുന്നുണ്ട്, യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം വന്ന് ഇപ്പോൾ മകനെ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുകയാണ്. നിന്റെ മുമ്പിൽ നീ നോക്കുമ്പോൾ യുദ്ധം ഇതാ വീണ്ടും തുടങ്ങാൻ പോകുന്നു. നിനക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുകയില്ല. എന്നാൽ എൻ്റെ യേശു പുതുനാമ്പുകളെ കിളിർപ്പിച്ചു തരുന്നവനാണ്. അവിടുത്തെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കതാ ബാലകൻ കൊടുത്തതുപോലെ മുഴുവനും കയ്യിലുള്ളത് മുഴുവൻ അങ്ങ് കൊടുത്തുകൊള്ളൂ. എല്ലാം വിട്ടുകൊടുത്തുകൊള്ളൂ. ഒന്നും നീ കയ്യിൽ വെച്ചിരിക്കണ്ട, എല്ലാം മുഴുവനായി കൊടുക്കാം. കർത്താവേ, ഇതാ ഞങ്ങളിതാ മുഴുവനായി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണമായി തരുന്നു. ഞങ്ങളുടെ സമ്പത്ത് ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ബിസിനസ് ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ഭാവി ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ സുവിശേഷ വേല ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രോഗമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ
കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട ദൈവമക്കൾ അനേകര് രോഗികളായി വലയുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഇതാ കർത്താവേ, ആ ബാലകൻ തന്നതുപോലെ ഞങ്ങൾ ഒന്നും നോക്കുന്നില്ല. ഞങ്ങൾക്ക് തരാൻ യോഗ്യതയുണ്ടോ നോക്കുന്നില്ല. ഞങ്ങളുടെ കൈ അതിന് യോഗ്യതയുള്ളതാണോ? പാപം വന്നിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും നമ്മളോട് ക്ഷമിച്ചിട്ട് വീണ്ടും മനഃപൂർവ്വം പാപം ചെയ്തവരും ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവേ, ഞങ്ങളിതാ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സമ്മതത്തോടെ ഇതാ ഞങ്ങൾ ഇന്ന് ഈ ദിവസം കർത്താവേ ഇപ്പൊ മുഴുവനായും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, ആണിപ്പാടുള്ള കരം ഇപ്പോൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ. ആ തിരുരക്തം പുരണ്ട കരം ഞങ്ങളെ ഇപ്പോൾ തൊടുവിക്കണമേ. കർത്താവേ, ഹൃദയത്തിൽ വേദനയായിട്ടിരിക്കുന്നവരുണ്ട്, ദുഃഖമായിട്ടിരിക്കുന്നുണ്ട്, മറക്കാനാവാത്ത വേദനയാൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നവരുണ്ട്, വേദന കൊണ്ട് പൊളയുന്നവരുണ്ട്. കർത്താവേ, അവരുടെ ആ വേദനയുള്ള ഭാഗത്ത് ആണിപ്പാടുള്ള കരം ഇപ്പോൾ ഒന്ന് വെക്കണമേ. തിരുരക്തം പുരണ്ട കരം ഒന്ന് വെക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഇന്ന് അനേകരുടെ പേരുന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. കർത്താവേ, ഇന്ന് അവിടുന്ന് രണ്ടാമത് വന്നാൽ, അല്ല ഞങ്ങളുടെ മരണമാണെങ്കിൽ കർത്താവേ, അവിടുന്ന് അവിടുത്തെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. എല്ലാം കർത്താവേ അവിടുത്തെ ദാനമല്ലോ, എല്ലാം അവിടുത്തെ കൃപയല്ലോ, അവിടുത്തെ കരുണയാലല്ലേ കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. വിശ്വസിച്ചവരുടെ മേൽ ആണിപ്പാടുള്ള കരം കൊണ്ട് ഇപ്പോൾ തിരുരക്തത്തിന്റെ മുദ്ര ഇട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തതിനായി സ്തുതി. പാപത്തോട് അറുപ്പും വെറുപ്പും കൊടുത്തതിനായി സ്തുതി. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കർത്താവേ പൊന്നുകാര്യങ്ങളിലേക്ക് മുഴുവനും ഏൽപ്പിക്കുന്നു. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി. കർത്താവേ, അവിടുത്തെ വരവ് ആസന്നമായി ഇരിക്കുന്നു എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തുതി. കർത്താവേ, മുഴുവനും ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിലേക്ക് തന്നു എന്ന് ഞങ്ങൾ കർത്താവേ ഞങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.